السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. എല്ലാ സകലമായ മുറാദിനെയും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെച്ചവര്, ഇതിന്റെ മുഹിബ്ബീങ്ങള്, ഇതിന്റെ ഖാദിമീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവര്, 5:30 നമ്മളെ രാവിലെ പ്രഭാത മജ്ലിസിൽ പങ്കെടുക്കുന്നവര്, അല്ലാഹുവേ നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് നീ ബലാകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ, അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്, നീ കാവലേഖണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മിനെ പറ്റിയാണ്. ധാരാളം ആളുകൾ സങ്കടം എന്ന് പറയുന്നവരുടെ കൂട്ടത്തില്, നമ്മളെ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തില്, നേരിൽ കണ്ട് ദുആ വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തില് ധാരാളം ആളുകളുടെ ഒരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്. തങ്ങളെ ഒരു വീടില്ല അല്ലേ? എല്ലാവരുടെയും ഒരു ദുഃഖമാണ്, ഒരു വീടില്ല, സ്വന്തമെന്ന് പറയാൻ ഒരു കൂര ഞങ്ങൾക്കില്ല, ഒരു കൂട് ഞങ്ങൾക്കില്ല. ഇല്ല, ഇന്നോ നാളെ ഇറക്കി വിടുന്ന ഒരു വീട് മാത്രം ഞങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വീട്ടിലാണ്. ഒരു വീടോ ഒരു ഭൂമിയോ ഒന്നുമില്ല എന്ന് സങ്കടം എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നത് തങ്ങളെ ഭൂമിയുണ്ട്, അതിലൊരു വീട് വെക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. ചില ആളുകൾ പറയുന്നത് വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിച്ച് കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണം. അടുത്ത മഴക്കെങ്കിലും അതിലൊന്ന് കേറിക്കൂടാൻ, അടുത്ത മഴ വരുന്നതിന് മുമ്പെങ്കിലും അതിലൊന്ന് കേറിക്കൂടാൻ തങ്ങളെ ദുആ ചെയ്യണേ. അങ്ങനെ സങ്കടം ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇന്ന് അവർക്കുള്ള ഒരു അമലാണ്, അവർക്ക് ചെയ്യാൻ പറ്റിയ അമലാണ്. നിങ്ങൾ ചൊല്ലുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ഞാൻ പഠിപ്പിച്ചു തരാം. വീടില്ലാത്തവര്, വീട് മാത്രമല്ല മുഅ്മിനീങ്ങളെ, വീട് മാത്രമല്ല സന്താനഭാഗ്യമില്ലാത്തവര്, 10-15 വർഷമായി തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് സന്താനഭാഗ്യം ഉണ്ടായിട്ടില്ല, കുട്ടികളില്ല, കുഞ്ഞിക്കാല് കാണാൻ വലിയ ആഗ്രഹമാണ്, വലിയ കൊതിയാണ് തങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവര്, ഒരു വീടെന്ന സ്വപ്നം നിറവേറാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് മജ്ലിസ് പൂർണ്ണമായി കണ്ടോ നിങ്ങൾക്കുള്ളതുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കുള്ളത് ഈ മജ്ലിസിലുണ്ട്. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയൊരു ഇസ്മാണ് മുഅ്മിനീങ്ങളെ, എപ്പോഴും നമുക്ക് ചൊല്ലാം, ആർക്കും ചൊല്ലാം. ഭർത്താവിന് ചൊല്ലാം, ഒരു വീടുണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് ലഭിക്കാൻ വേണ്ടി ഭർത്താവിന് ദായിമാക്കാം, അല്ലെങ്കിൽ ഭാര്യക്ക് ദായിമാക്കാം. മുറിഞ്ഞു
പോവോ എന്നൊരു പേടിയുണ്ടല്ലോ ഇസ്മായതുകൊണ്ട്. സൂറത്തും ആയത്തും അല്ലല്ലോ. എന്റെ സഹോദരിമാർക്ക് പേടിക്കണ്ട. മുറിഞ്ഞു പോവോ, നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാൻ പറ്റുമോ? ചോദ്യം വേണ്ട. ഇസ്മാണ് എപ്പോഴും നമുക്ക് ഉരുവിടാം, നമുക്ക് ചൊല്ലാം, ദായിമാക്കാം. ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ് മുഅ്മിനീങ്ങൾ. അതുമാത്രമല്ല, ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവാൻ, ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ദീർഘായുസ്സുള്ള ആഫിയത്തിന് വേണ്ടി നമ്മളെപ്പോഴും അല്ലാഹുവിനോട് തേടാറുണ്ട്. ദീർഘായുസ്സുള്ള ആഫിയത്ത് ഉണ്ടാവാൻ, ആയുസ്സിൽ ബർക്കത്തുണ്ടാവണം. മുഅ്മിനീങ്ങളെ, ആയുസ്സിൽ ബർക്കത്തുണ്ടാവണം. നമുക്ക് ജീവിക്കാൻ കഴിയണം രോഗങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഒരു റാഹത്തായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. ചില ആളുകളുണ്ട് 20ഉം 22ഉം നമ്മളെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകുന്നവര്. അതൊക്കെ അവരുടെ സമയമാണ്. അവരുടെ സമയത്തുമ്പോൾ അല്ലാഹു നമ്മളെ കൊണ്ടുപോകും. മുഅ്മിനീങ്ങളെ, ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വിശദമാക്കപ്പെട്ട ഖുർആന്റെ ആയത്താണ്. അവന്റെ സമയത്തി കഴിഞ്ഞാൽ ഒരു അണുമണി തൂക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ ബിന്ദിക്കൂല. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാഹു ബിന്ദിക്കൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സമയത്തി നമ്മൾ പോവണം, നമുക്ക് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് അന്ന് ലോകത്തോട് ഇവിടെ പറയുന്ന വലിയ ദുഃഖമാണ്, വലിയ കഷ്ടമാണ്. അല്ലേ മുഅ്മിനീങ്ങളെ, അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ, അങ്ങനത്തെ ഒരു മരണം, പെടുന്നനെയുള്ള മരണങ്ങളില്ലാതിരിക്കാൻ, അല്ലേ, അകാലത്തിൽ വേർപാടുകൾ സംഭവിക്കാതിരിക്കാൻ, ഇൻഷാ അല്ലാഹ് വലിയ ദീർഘായുസ് ഉണ്ടാവാൻ നമുക്ക് ഈ ഇസ്മിനെ ഉരവിടാൻ മുഅ്മിനീങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ ആയുസ്സിൽ വലിയ ബർക്കത്തുണ്ടാവാൻ ചൊല്ലിക്കോ, ഇസ്മ ചൊല്ലിക്കോ. ആരോഗ്യവും നിലനിൽക്കാൻ, രോഗങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ആരോഗ്യത്തോടുകൂടി, ഇസ്സത്തോടുകൂടി മരണം വരെ നിലനിൽക്കാൻ മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോ. ഈ ഇസ്മ ചൊല്ലിക്കോ. ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ ഏതാണ്? അല്ലാഹുവിന്റെ 99 നാമങ്ങൾ. ഓരോരോ നാമങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അതുകൊണ്ട് ഒരു ഇസ്മിനെ കൊണ്ട് എങ്ങനെയാണ് അതിന്റെ അമല് ചെയ്യേണ്ടത്, അതിന്റെ അതത് എത്രയാണ് നമ്മൾ വിശദീകരിച്ചതാണ് മജ്ലിസിൽ. ഇൻഷാ അല്ലാഹ് ഈ അത്ഭുത നാമം വീടില്ലാത്തവർ പൊട്ടിക്കരഞ്ഞു പറയാറുണ്ട്, തങ്ങളെ മഴയാണ് വരുന്നത്, അതിശക്തമായ മഴയാണ്. കേരളത്തിൽ ഉടനീളം അതിശക്തമായ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയാണ് വരുന്നത്. ചോർന്നൊലിക്കുന്നൊരവസ്ഥ. തങ്ങളെ ഒരു വീടുണ്ടാവാൻ ദുആ ചെയ്യണേ. വാടക കൊടുത്തു മടുത്തു. തങ്ങളെ കോട്ടൈസിലാണ്, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്. ആ വാടക ഇങ്ങനെ എഴുതി വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാമായിരുന്നു. അത്രയും വാടക കൊടുത്തിട്ടുണ്ട്. എത്ര കാലമായി വാടകയ്ക്ക് ഇരിക്കുന്നത്. ഒരു വീടെന്ന സ്വപ്നം എല്ലാവരുടെയും ഒരു സ്വപ്നമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ കണ്ണ് ചുമ്പി, വീടില്ലാത്തവരെന്ന് കണ്ണ് ചുമ്പി ആലോചിച്ച് നോക്കി. നിങ്ങൾ വീടെന്നൊരു സ്വപ്നം, ആരും ഇറക്കി വിടാൻ കഴിയാത്തൊരിടം. നമ്മൾ ആർക്കും ഇറക്കി വിടാൻ കഴിയൂല. വാടക വീട്ടിലാണെങ്കിൽ വാടക കൊടുത്തില്ലെങ്കിൽ മുതലാളിക്ക് നമ്മൾ ഇറക്കി വിടാം. അനിയന്റെയോ ജ്യേഷ്ഠന്റെയോ വീട്ടിലാണെങ്കിൽ അവർക്ക് നമ്മൾ ഇറക്കി വിടാം. എത്ര ആളുകൾ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, തറവാട്ടിൽ നിന്ന് അനിയൻ ഞങ്ങൾ ഇറക്കി വിട്ടു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഞങ്ങൾ ഇറക്കി വിട്ടു, തങ്ങളിപ്പോ വാടക വീട്ടിലാണ്, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലാണ് എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. നിൽക്കാൻ പൂതി ഉണ്ടായിട്ടില്ല. ഒരു കൂര വേണ്ടേ അതിനു വേണ്ടി നിന്നതാണ്.
അങ്ങനെ സങ്കടം പറയുന്നവർ ഇൻഷാ അല്ലാഹ് ഏതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ആ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ആ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ഏതാണ്? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് ആ ഇസ്മ പറഞ്ഞ് അതിന്റെ അമല് പറഞ്ഞ് അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഇസ്മ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഇനി കാണാനുള്ള അവസരം, ഇനി നേരിട്ട് സന്ദർശനത്തിനുള്ള അവസരം ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച, ആഴ്ചയിലെ 2 ദിവസങ്ങളാണ്. ആഫിയത്ത് ഉള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് എല്ലാ ശനിയും തിങ്കളും വീട്ടിലുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന പൈശാചികമായ മേഖലയിൽ വലുതായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്. എന്റെ മുഅ്മിനീങ്ങളെ ഓരോരുത്തരുടെ പ്രയാസം കണ്ടാൽ തങ്ങളെ 10ഉം 16ഉം വർഷമായി ഇത്തരം കെണിവലകളിലാണ് എന്ന് സങ്കടം പറഞ്ഞു വരുന്നവരുണ്ട്. ധാരാളം ആളുകൾ വലിയ പൈശാചികമായ കെണിയിൽ കുടുങ്ങിപ്പോയവര്, അത്തരം പ്രയാസത്തിൽ അകപ്പെട്ടു പോയവര്, തടസ്സങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, വിവാഹ തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, അങ്ങനെ തടസ്സങ്ങൾ നോക്കിയാൽ ധാരാളം തടസ്സങ്ങളാണ്. തടസ്സങ്ങളിൽ അകപ്പെട്ടു പോയവര്, വീടും ഭൂമിയിലുമുള്ള പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അങ്ങനെ പൈശാചികമായ മേഖലകൾ എടുത്തു നോക്കിയാൽ ധാരാളമുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനത്തെ പ്രയാസം അനുഭവിക്കുന്നവർ ധാരാളം ആളുകളാണ് നമ്മളെ നിരന്തരം ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്നവർ. അല്ലാഹുവിനോട് എല്ലാ സകലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നീ തീർത്തു കൊടുക്കണമല്ലോ. ജീവിതത്തിൽ മനസ്സമാധാനം നൽകണമല്ലോ. ഐക്യം നീ നിലനിർത്തണമല്ലോ. ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങള് അല്ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ. നീ തീർത്ത് നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് എന്റെ മുഅ്മിനീങ്ങളെ ഏതാണ്, ഞാൻ ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിച്ച് പറയുന്നില്ല, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതാണ് എന്റെ മുഅ്മിനീങ്ങളെ ആ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? ഏതാണ് എന്റെ മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ആ അത്ഭുത ഇസ്മ എന്റെ മുഅ്മിനീങ്ങളെ ഏതാണ്? യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി എന്ന ഇസ്മ. യാ ബാഖി എന്താണ്? യാ ബാഖി എന്ന ഇസ്മിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മഅന എന്താണ്? ശേഷിക്കുന്നവനായ അല്ലാഹ്. എല്ലാം അവസാനിപ്പിച്ചാലും, എല്ലാ വാതിലുകളും പൊട്ടി അടഞ്ഞാലും, അടച്ചു പോയാലും നമ്മളിൽ എല്ലാ വാതിലുകൾ അടഞ്ഞാലും ശേഷിക്കുന്നവനായ അല്ലാഹുവിന്റെ മുന്നിലാണ്. അല്ലാഹ്ക്കല്ലാതെ നമുക്ക് തുറന്നിട്ട് തരാൻ കഴിയൂല മുഅ്മിനീങ്ങളെ. അല്ലാഹ്ക്കല്ലാതെ ആ വാതിലുകൾ തുറക്കാൻ കഴിയൂല. അതുകൊണ്ട് യാ ബാഖി യാ അല്ലാഹ് എന്ന ഈ ഇങ്ങനെ ഉരവിട എന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകും? നല്ല ആരോഗ്യം അല്ലാഹു നൽകും, ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകും. പിന്നെയോ വീട് പണി തുടങ്ങി വെച്ചവര് അത് പൂർത്തീകരിക്കാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. പിന്നെയോ വീട് പണി തുടങ്ങാൻ നിൽക്കുന്നവര്, ഭൂമിയും അതിനുള്ള സമ്പത്തും ആരോഗ്യം ഒന്നില്ലാത്തവര്, ഇൻഷാ അല്ലാഹ് അതിന്റെ മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും നിങ്ങളെ. പിന്നെയോ സന്താനഭാഗ്യം ലഭിക്കാൻ യാ ബാഖി യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ എന്റെ മുഅ്മിനീങ്ങളെ, ചൊല്ലിക്കോ. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? അതിന്റെ അദദ് എത്രയാണ്? എല്ലാ ദിവസവും ഒരു 313 പ്രാവശ്യം, എല്ലാ ദിവസവും ഒരു 113 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഒരു 113 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും. ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. മുഅ്മിനീങ്ങളെ തുടർച്ചയായി 40 ദിവസം ചൊല്ലണം.
40 ദിവസം യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റൂല മുഅ്മിനീങ്ങളെ. വെറും 113 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യും? എത്ര മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കും? ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പോരെ? 10 മിനിറ്റ് മതി. യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഒരു 113 പ്രാവശ്യം ചൊല്ല. 10 മിനിറ്റും തികച്ചു വേണ്ട നിങ്ങളെ, തികച്ചു വേണ്ട. ഒരു ദിവസത്തിൽ നമുക്ക് ചൊല്ലിക്കൂടെ? ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. പെടുന്നനെയുള്ള മരണങ്ങൾ ഉണ്ടാവില്ല. എന്നൊരാൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ തട്ടി എണീപ്പിച്ചു കഴിഞ്ഞാൽ എണീക്കാത്ത അവസ്ഥയാണ്. ചെറുപ്പക്കാരന്റെ മുഅ്മിനീങ്ങളെ, വർക്കൗട്ടൊക്കെ ചെയ്യുന്നവര് എന്താ കാരണം? സൈലന്റ് അറ്റാക്ക്. വയസ്സ് എത്ര ആയിട്ടുണ്ടാവുള്ളൂ? 25 പോലും കടന്നിട്ടുണ്ടാവൂല. അല്ലാഹുവേ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ആയുസ്സിൽ വലിയ ബർക്കത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ നമ്മുടെ മജ്‌ലിസ് കാണുന്നവരുണ്ട്. ചൊല്ലിക്കോ. എത്രയേ? 113 പ്രാവശ്യം. ഡയാലിസിസ് രോഗികള്, കിഡ്നി രോഗികള്, ലിവർ രോഗികള്, ഹാർട്ട് രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, എപ്പോഴും തങ്ങളെ തലവേദനയാണ്, മൈഗ്രെയിന്റെ തലവേദന ഈ പ്രയാസപ്പെടുന്നവര്, കിഡ്നിക്ക് സ്റ്റോൺ ഉള്ളവര്, അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ഫാറ്റ് ലിവറിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ഊരവേദന, കാൽമുട്ട് വേദന, കാലുവേദന, കൈവേദന, തൈറോയിഡിന്റെ പ്രയാസങ്ങള്, യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ 113 പ്രാവശ്യം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഒരു വീടെന്ന സ്വപ്നം മനസ്സിൽ പേറി നടക്കുന്നവർ ധാരാളം വർഷമായി. തങ്ങളെ, ഒരു വീടെന്ന സ്വപ്നം മനസ്സിൽ ഇങ്ങനെ തിങ്ങി നടക്കുകയാണ്, അതിങ്ങനെ പേറി നടക്കുകയാണ്. അതൊന്ന് നിറവേറി കിട്ടാൻ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഒരു 40 ദിവസം തുടർച്ചയായിട്ട് 113 പ്രാവശ്യം ചൊല്ലിക്കോ. 113 പ്രാവശ്യം ചൊല്ലിക്കോ. ഈ 2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ എത്ര ചൊല്ലേണ്ടത്? 113 പ്രാവശ്യം. പിന്നെ ധാരാളം ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്, എൻ്റെ അമലുകൾ സ്വീകരിക്കുന്നില്ലേ, ഉണ്ടോ എന്നുള്ള സംശയം. ഞാൻ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നുണ്ട്, സ്വലാത്തുകൾ, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? അല്ലാഹു സ്വീകരിക്കാൻ മൻ ഖാല യാ ബാഖി, ആരെങ്കിലും യാ ബാഖി എന്ന ഇസ്മ ചൊല്ലിയാൽ കുല്ല ലൈലത്തിൻ മിഅത മറ, എല്ലാ രാത്രിയിലും മിഅത മറ, എത്ര പ്രാവശ്യം? 100 പ്രാവശ്യം. വെറും ഒരു 100 പ്രാവശ്യം ചൊല്ലിയാൽ ഖുബില അമലുഹു, അല്ലാഹുവിന്റെ അമലിനെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നമുക്ക് സംശയം വേണ്ട. നമുക്ക് ഒരു എന്തില്ലാതെ, ഇഖ്ലാസ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചൊല്ലിയതാണ് ദിക്ർ, സ്വലാത്ത്. ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മൻ ഖാല യാ ബാഖി, ആരെങ്കിലും യാ ബാഖി എന്ന ഇസ്മ കുല്ല ലൈലത്തിൻ മിഅത മറ, എല്ലാ രാത്രിയിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ ഖുബില അമലുഹു, അല്ലാഹുവിന്റെ അമലിനെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്താണ് മുഅ്മിനീങ്ങളെ? യാ ബാഖി യാ അല്ലാഹ്, ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ഇസ്മ കൊണ്ട് അമലെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. വലിയ ഇസ്മാണ് മുഅ്മിനീങ്ങളെ യാ ബാഖി. യാ ബാഖി എന്ന ഇസ്മ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മളെ സയ്യിദിയ മജ്‌ലിസ് 5:30 നമ്മളെ മജ്‌ലിസ് ആരും ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ ഇരിക്കാത്തവരായി ആരുണ്ടാവരുത്. എൻ്റെ മുഅ്മിനീങ്ങൾ ആരുണ്ടാവരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് 5:30 മജ്‌ലിസ്, എന്നും 5:30. അല്ലാഹുവേ, ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന, വലിയ ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ്, ദുആഇന്റെ മജ്‌ലിസ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനേ.